3 ജില്ലകളിലെ സാധാരണക്കാരായ രോഗികളെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു സർക്കാർ സ്ഥാപനമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. സ്വാഭാവികമായിട്ടും വളരെയധികം പ്രാധാന്യം ഈ സ്ഥാപനത്തിനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഗവൺമെൻറ്റും ബാക്കി ഭരണാധികാരികളും എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമം ഇനിയും തുടരും. അതോടൊപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ച് കുറേ വികസന സാധ്യതകളുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വികസനങ്ങളെല്ലാം ഒരറ്റത്തെത്തി നിൽക്കുമ്പോൾ കൂടുതൽ വികസന സാധ്യതകളുള്ള സംസ്ഥാനത്തിൻ്റെ നടുഭാഗത്ത് കിടക്കുന്ന ഈ മെഡിക്കൽ കോളേജിന് അനേകം വികസന സാധ്യതകൾ ഇനിയുമുണ്ട്. ഈ വികസന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ രോഗികൾക്കും രോഗി സൗഹൃദമായ ഒരു അന്തരീക്ഷവും വിദ്യാർത്ഥി സൗഹൃദമായ ഒരു അന്തരീക്ഷവും സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ രോഗികൾക്കും ഏറ്റവും മികച്ച ചികിത്സ ആരോഗ്യരംഗത്ത് ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. കുറേ വികസന പദ്ധതികൾ പൈപ്പ് ലൈനിലുണ്ട്. യഥാർത്ഥത്തിൽ കോംപ്രഹെൻസീവ് സ്ട്രോക്ക് കെയർ യൂണിറ്റ്, പുതിയ മെഡിക്കൽ ഗ്യാസ് പ്ലാന്റുകൾ, ദെൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ, അമ്മയും കുഞ്ഞും കെട്ടിടങ്ങൾ, അനേകം പദ്ധതികൾ, ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക്, MRI, പുതിയ MRI, ഇങ്ങനെ അനേകം പദ്ധതികൾ ഓൾമോസ്റ്റ് അതിൻ്റെ അവസാന നിലയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അവിടേക്ക് വേണ്ട ബാക്കി സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ വലിയൊരു മുതൽക്കൂട്ട് നമ്മുടെ ജില്ലയ്ക്കും ബാക്കി ജില്ലകൾക്കും ആരോഗ്യരംഗത്താകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരുടെയും സഹകരണത്തോടെ ഒത്തൊരുമിച്ച് നമുക്ക് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു.